ഹലോ, ഒരു സോഫ്റ്റ് ഇഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സ് അതേപോലെ ഫോളോ ചെയ്താൽ 100% സോഫ്റ്റ് ഇഡലി കിട്ടും. പഞ്ഞി പോലൊരു ഇഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് കണ്ടിന്യൂ സപ്പോർട്ടിങ് സുമാസ് വെജ് സ്റ്റോറീസ്. താങ്ക് യു. ആദ്യം അരി ഉഴുന്നും കുതിരാനായിട്ട് വയ്ക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് ഇഡലി അരി, മറ്റൊരു പാത്രത്തിൽ 3/4 കപ്പ് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ. വെള്ളം ഒഴിക്കാം. രണ്ടിലും വെള്ളം ഒഴിച്ചു വെച്ചു. ഇനി ഇത് വൃത്തിയായി കഴുകിയെടുക്കണം. പിന്നെ നല്ല വെള്ളം ഒഴിച്ചു വെച്ചാൽ ആ വെള്ളത്തിൽ തന്നെ കുതിരണം. അതുപയോഗിച്ചാണ് നമ്മൾ അരയ്ക്കുക. ഒരു 6 മണിക്കൂർ കുതിരാൻ വെച്ചു. അരയ്ക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മറ്റൊരു പാത്രത്തിൽ 1/2 കപ്പ് വെളുത്ത അവല് കുതിർക്കണം. വെളുത്ത അവലായിരിക്കണം, അല്ലെങ്കിൽ ഇഡലിക്ക് നിറമുണ്ടാവില്ല. എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട്. 2 കപ്പ് അരി, 3/4 കപ്പ് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 കപ്പ് വെളുത്താവല്. ഞാനിത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്, ഇഡലി പരുവത്തിൽ. ഉഴുന്ന് നല്ല പേസ്റ്റ് പോലെയും അരി കുറച്ച് തരിതരിപ്പായിട്ടുമാണ് അരച്ചെടുക്കുന്നത്. അരച്ചു കൊണ്ടുവന്നു. ഞാനൊരു പൊക്കമുള്ള പാത്രത്തിലാണ് എപ്പോഴും അരച്ച് വെക്കാറ്. കുറച്ച് ഉപ്പിട്ടു നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യണം. മാവ് അരച്ച് വെക്കുന്നത് ഒരു പൊക്കമുള്ള പാത്രത്തിലാവണമെന്ന് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് ഫെർമെൻറ്റ് ചെയ്ത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. ബീറ്റിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചല്ലോ, ഇതേ പാടുള്ളൂ. ഗ്രൈൻഡറിൽ അരയ്ക്കണമെങ്കിൽ ഇത്രയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അതവിടെ ഒരു 9 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. പിറ്റേ ദിവസം രാവിലെയായി. നമുക്ക് തുറന്നു നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 1/4 ഭാഗമായിരുന്നത് ഇപ്പോൾ പൊങ്ങി പാത്രത്തിൻ്റെ 3/4 ഭാഗം വരെ ആയിട്ടുണ്ട്. ഇത്ര പൊങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റായി വരുന്നു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി ഉഴുന്നും മേടിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ്, ഓൾഡ് സ്റ്റോക്കൊന്നും കടയിലിരിക്കുന്നത് എടുക്കരുത്. നമ്മൾ ഫ്രഷ് തന്നെ എടുക്കണം. വീട്ടിൽ കൊണ്ടുവച്ചാലും അധികം നാൾ വെച്ചിരുന്ന അരിയും ഉഴുന്നും യൂസ് ചെയ്യരുത്. ഇനി ഒരു ഇഡലി തട്ടിലേക്ക് എണ്ണ പുരട്ടാം. മാവൊഴിക്കാം. എല്ലാ തട്ടിലും ഇതുപോലെ ഒഴിച്ച് തട്ടിൽ വയ്ക്കാം. ഇഡലി സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡലി ചെമ്പിലോ ആണ് ഞാൻ ഉണ്ടാക്കാറ്. നമ്മൾ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയാൽ അത്ര സോഫ്റ്റ് ഇഡലി കിട്ടില്ല. ഇതിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ഇഡലിക്ക് സോഫ്റ്റായിട്ട് വരുള്ളൂ. വെള്ളം നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചു. കുറച്ച് വെള്ളം മതി. അടിയിൽ
ഇഡ്ഡലി തട്ട് ഇറക്കി വയ്ക്കും. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കണം. 15 മിനിറ്റായി. ഗ്യാസ് ഓഫ് ചെയ്തു. തുറന്ന് നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് പ്ലേറ്റിലേക്ക് ആക്കാം. നല്ല പട്ടുപോലത്തെ പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഞാനീ പറഞ്ഞ എല്ലാ ടിപ്സും ഫോളോ ചെയ്താൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും. 100% ഗ്യാരണ്ടി. ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.